മക്കളെ, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന അവസരങ്ങൾ 2027 വരാനിരിക്കുന്ന 3 പ്രധാനപ്പെട്ട അവസരങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായിട്ട് തോന്നുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഈ നിമിഷം തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് ജോബിൻ ബാബു, സൂപ്പർ നോട്ട്സിലെ ഫാക്കൽറ്റിയാണ്. മക്കളുടെ അതിലാദ്യത്തെ അവസരം എന്ന് പറയുന്നത് ഈ 2027 നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസം വരാൻ പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷനാണ്. ഡിഗ്രി ലെവലിൽ ഒരു ഗസറ്റഡ് റാങ്കിലേക്ക്, അതായത് ഏറ്റവും ഉയർന്ന ഒരു പൊസിഷനിലേക്ക് ഒരു ഡിഗ്രി എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താൽ, ഡിഗ്രി മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിംഗ് കിട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറി. ഒരു പഞ്ചായത്തിൻ്റെ മുഴുവൻ അധികാരിയായിട്ടുള്ള ആദ്യം തന്നെ ഗസറ്റഡ് റാങ്കിലേക്ക്, ചിലപ്പം ചില പരീക്ഷകളൊക്കെ ആണെങ്കിൽ ഇപ്പം സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണെങ്കിൽ രണ്ടാമത്തെ പ്രൊമോഷനൊക്കെ കഴിയുമ്പോഴാണ് ഗസറ്റ് റാങ്ക് കിട്ടുക. പക്ഷെ ഇവിടെ ആദ്യത്തെ പരീക്ഷ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നേരിട്ട് നിയമനം കിട്ടാൻ പോകുന്നത് ഗസറ്റഡ് റാങ്കിലേക്കാണ്. അപ്പോൾ ഏറ്റവും മികച്ചൊരു പോസ്റ്റാണ്. 50,000-ന് പുറത്ത് സാലറി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു പോസ്റ്റാണ്. അപ്പം നല്ലൊരു അവസരമാണ് പഞ്ചായത്ത് സെക്രട്ടറി. രണ്ടാമത്തെ അവസരം എന്ന് പറയുന്നത് ഇത് ഗവൺമെൻറ് പോസ്റ്റാണ്. രണ്ടാമത്തെ അവസരം എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയിലേക്കുള്ള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തസ്തികയാണ്. പഞ്ചായത്ത് സെക്രട്ടറി നിങ്ങൾക്ക് ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, വേറെ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ് എങ്കിലും നിങ്ങൾക്ക് 50% മാർക്കോടുകൂടി ഒരു ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ മറ്റ് ക്രൈറ്റീരിയ ഒന്നും പറയുന്നില്ല, ക്വാളിഫിക്കേഷനിൽ 50% പാസ് വേണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ എഴുതാം. പക്ഷേ വ്യത്യാസം ഇതാണ്, ഇംഗ്ലീഷിനാണ് പ്രാധാന്യം കൂടുതൽ. ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ 50 മാർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും, 40 മാർക്ക് GK അല്ലെങ്കിൽ കറണ്ട് അഫെയർ, 10 മാർക്ക് മാത്സ് എന്ന നിലയിലാണ്. ഒരേ ദിവസം തന്നെ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും നടക്കുന്ന ഒരു പരീക്ഷയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. ഒബ്ജക്റ്റീവിൻ്റെ കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കും ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. പക്ഷേ കേരള ഹൈക്കോടതിയിൽ നമ്മുടെ എറണാകുളത്ത് സമാധാനപരമായി ഒരു ട്രേഡ് യൂണിയൻ്റെയും പ്രശ്നങ്ങളില്ലാതെ, ഒരു അസോസിയേഷൻ്റെയും പ്രശ്നങ്ങളില്ലാതെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റ്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു 10 മാസം കൊണ്ട് ജോലിയിൽ കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റാണ്. മൂന്നാമത്തെ അവസരമാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുക. ഇതിൽ ക്വാളിഫിക്കേഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ +2-ന് നമ്മുടെ മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ ബയോളജിയോ ഓപ്ഷണലായി പഠിച്ചിരിക്കണം. +2-ന് ഒന്നെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ബയോളജി എന്ത് ചെയ്തിരിക്കണം, ഓപ്ഷണലായി പഠിച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡയറി ഫാം ഇൻസ്ട്രക്ടറും ഏറ്റവും മികച്ചൊരു പരീക്ഷ തന്നെയാണ്. വലിയ പണിയൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓഫീസ് വർക്കും അതിനോടൊപ്പം തന്നെ പുറത്തു പോയിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നതുമായ നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ 3 അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. 2027 പരീക്ഷ നടക്കാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട അവസരങ്ങൾ. ഇതിൽ ഏത് അവസരമാണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കുറേ ഉദ്യോഗാർത്ഥികൾ കാണും. അപ്പം നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിലവിൽ പഠിച്ചുകൊണ്ട് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ഫെയിൽ ആയവരോടുണ്ടാവും, അവരോടും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണോ, നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണോ, നിങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആണോ, ഇതിൽ ഏതാണ് പഠിച്ചു തുടങ്ങാനായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, എവിടേക്കാണ് നിങ്ങൾക്ക് എത്തേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതനുസരിച്ച് അതനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോന്നിനെയും സിലബസ് എടുത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. സമയം അല്ലെങ്കിൽ അവസരങ്ങൾ എന്ന് പറയുന്നത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ 3-4 വർഷം കഴിയുമ്പോഴായിരിക്കും ഇതേപോലെയുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരിക. അപ്പൊ നമുക്ക് റിഗ്രറ്റ് തോന്നും. ഒരു വർഷം, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചു നോക്കും. 2026 ജൂൺ മാസം 20-ാം തീയതിയാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, 2026 ജൂൺ മാസം 20-നാണ് ഞാൻ നിങ്ങളോട് ഈ കഥ പറയുന്നത്. നിങ്ങൾ ഈ കഥ 2027 ജൂൺ മാസം 20 ആകുമ്പോൾ ഒന്നുകൂടി റീതിങ്ക് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ഒന്നും ചെയ്തില്ല. നിങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. സിനിമ കാണാൻ പോകാനുണ്ടായിരുന്നു, കൂട്ടുകാരോടൊത്ത് പുറത്തു പോകാനുണ്ടായിരുന്നു, വീട്ടിലെ കാര്യങ്ങളുണ്ടായിരുന്നു, നാട്ടിലെ കാര്യങ്ങളുണ്ടായിരുന്നു, ഇങ്ങനെ കാമുകിയുടെ കാര്യങ്ങളുണ്ടായിരുന്നു, കാമുകൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ കാണും. നിങ്ങൾ ഈ കാര്യങ്ങളുടെ പുറകെ ഇങ്ങനെ പോയി യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ അവസരങ്ങൾ മിസ് ചെയ്ത് 2027 ജൂൺ മാസം 20 എന്ന് പറഞ്ഞാൽ പ്രിലിംസും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, എടാ എൻ്റെ മുന്നിൽ ഇത്രയും അവസരമുണ്ടായിട്ട്, എൻ്റെ മുന്നിൽ ഇത്രയും വേക്കൻസികൾ ഉണ്ടായിട്ട്, ഇത്രയും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഉണ്ടായിട്ട് എനിക്ക് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മകൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ നിമിഷം തൊട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണോ ആ ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യും.
ആ ഓൾട്ടർനേറ്റീവിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. ഇതിൽ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തരാൻ പറ്റും. ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ബാച്ച് 20-ാം തീയതി ക്ലോസ് ചെയ്യാം. അതിൻ്റെ പുതിയ ബാച്ചുകളോ ബാക്കി കാര്യങ്ങളോ ഒക്കെ മുന്നോട്ട് വന്നേക്കാം. ഇനി ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ ബാച്ച് ഉള്ളതാണ്. പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ ലോങ് ടൈം ബാച്ച് നമ്മുടെ കയ്യിലുണ്ട്. 24-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ ഏതിൻ്റെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ 8281223366 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വിളി. അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ബാച്ച് വേണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തോ. നിങ്ങളുടെ മുന്നിലുള്ള ആ ആഴക്കടലിലേക്ക് നിങ്ങളെ നയിക്കാൻ, അല്ലെങ്കിൽ അതിൽ ആ ആഴക്കടലിൽ തുഴഞ്ഞ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ സൂപ്പർ നോട്ട്സിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവസരങ്ങൾ മിസ് ചെയ്യേണ്ട. ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തോ, ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോ. 2027 വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ, അല്ലെങ്കിൽ 2027-28 വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യ പേരുകളിൽ നിങ്ങളുടെ പേരുണ്ടാകണമെങ്കിൽ ചില ത്യാഗങ്ങൾ സഹിക്ക്, ചില വേണ്ടാന്ന് വെക്കേണ്ട കാര്യങ്ങൾ വേണ്ടാന്ന് വെക്ക്, മുന്നോട്ട് പോകാൻ നിങ്ങളുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി നിർത്ത്, എന്നിട്ട് നന്നായി പണിയെടുക്ക്. ഓരോ ദിവസവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഓരോ എഫോർട്ടുകൾ ഇട്ടുകൊണ്ടേരി വിജയം നിങ്ങളുടെ മുന്നിൽ എത്തുക തന്നെ ചെയ്യും. എന്തെങ്കിലും കാര്യങ്ങൾ അഡ്വൈസ് വേണമെങ്കിൽ 8281223366 നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തോ. താങ്ക് യു സോ മച്ച്.